ഗൈസ്, അപ്പം ഇന്നൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് വന്നേക്കണത്. സൂഷി. ഇവള് ഇതുവരെ സൂഷി കഴിച്ചിട്ടില്ല അല്ലേ? എന്താവൂന്നറിയില്ല, നോക്കാം. ഇവക്ക് സൂഷി കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു സൂഷി മേടിച്ചു തരണമെന്നുണ്ട്. ഒരു ചെറിയ വീഡിയോ ആണ് അല്ലേ? അതെ, ചെറിയൊരു വീഡിയോ. അപ്പോൾ നേരെ ടേസ്റ്റിങ്ങിലേക്ക് പോയി. നമുക്കൊരു ഗസ്റ്റ് കൂടി ഉണ്ട്, നമ്മളൊരു ഫ്രണ്ട് കൂടി ഉണ്ട് ഇവിടെ, ക്ലാര. അവളെ നമ്മളിപ്പോൾ കാണിക്കുന്നതാണ്, വീഡിയോയിലേക്ക് വിളിക്കുന്നതാണ് അല്ലേ? അതെ. നീ എന്താ മുഖത്ത് തേക്കണം? ക്രീം ഒക്കെ ഞാൻ കുളി കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഒരു ഫേസ് കെയർ, സ്കിൻ കെയർ. ഇതാണ് ക്ലാര. നീ സൂഷി കഴിച്ചിട്ടുണ്ടോ ക്ലാര? ഒറ്റ പ്രാവശ്യം കഴിച്ചിട്ടുള്ളൂ. അപ്പൊ ഞാനും ഒരു പ്രാവശ്യം സൂഷി കഴിച്ചിട്ടുള്ളൂ. ഇവളും ഒരു പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്. കഴിക്കാത്തായിട്ട് സ്റ്റാൻഡി മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് കഴിപ്പിച്ച് നോക്കാം. സൂഷി ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാൻ നീ കഴിച്ചു നോക്കാം. വാ. നീ ഇതിന് സൂഷി കഴിച്ചിട്ടില്ലല്ലോ? ഇല്ല, കഴിച്ചിട്ടില്ല. സൂഷി എന്താണെന്നറിയോ? എന്തോ മീനും എന്തോണ്ടൊക്കെ ഇതിനകത്ത്. എന്താണിത്? കുറെ ഏതാണ്ടൊക്കെ വിത്തുകളും, ഇത് ഗോതമ്പ്, മീന്, ചെമ്മീൻ, ഇതൊക്കെ പച്ചക്കാണോ ഇരിക്കുന്നത് സാധനം? സൂഷി എന്ന് പറഞ്ഞാൽ പച്ചക്ക, അതായത് പച്ചക്ക് കഴിക്കണം. മീനൊക്കെ പച്ചക്കായിരിക്കും. അതായത് റോ ഫിഷും. മനുഷ്യൻ ചത്തൊന്നും പോവില്ല. സൂഷി ശരിക്കും ഏഷ്യയിലാണ്, സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ എവിടെയാണ് ആദ്യമായിട്ട് വന്നത്. നമ്മള് മറ്റേ ഏഷ്യക്കാരല്ലേ, നമുക്ക് അവിടത്തെ കഴിച്ചാൽ പോയത്. അവര് പണ്ട് എന്താണെന്നാ, മീനൊക്കെ ചീത്താവാണ്ടിരിക്കാനായിട്ട് ഫെർമെന്റഡ് റൈസിൽ ഇത് ഇങ്ങനെ മറ്റേ നമ്മൾ അച്ചാറൊക്കെ ഇടൂലേ, അതുപോലെ വർഷങ്ങളോളം സൂക്ഷിച്ചു വെക്കും. എന്നിട്ട് ആ അരി എടുത്ത് കളഞ്ഞിട്ട് മീൻ മാത്രം ഒരു കഴിക്കുള്ളായിരുന്നു. ഇതില് റൈസ് ഉണ്ട്. ഇതൊക്കെ റൈസാ. റൈസ് ഉണ്ട്, അങ്ങനെ എന്തൊക്കെയൊക്കെ ഉണ്ട്. പിന്നെ ഇതൊക്കെ റോ ആയിട്ടുള്ള ചെമ്മീൻ, ഫിഷ് ഒക്കെയാണ്. ഇതെങ്ങനെ നമ്മള് കഴിക്കും? എല്ലാത്തിനും ടേസ്റ്റ് ചെയ്യണം ഓരോന്ന്. ക്ലാര ഇതിനു മുമ്പ് എല്ലാം കഴിച്ചിട്ടുണ്ട്. ക്ലാര ഫുള്ള് കഴിക്കുന്നു. ഞാൻ ഇതിട്ട് ഒരു മീൻ പോലും ഞാൻ കഴിച്ചിട്ടില്ല. അമ്മ പറയണേക്ക. അപ്പൊ ഇതാണ് സംഭവം. സൂഷി എന്ന് പറഞ്ഞാ ഇങ്ങനെ ചീത്താവാണ്ടിരിക്കാൻ വേണ്ടിട്ട് കണ്ടുപിടിച്ചൊരു സംഭവമാണ് പണ്ട്. ഇപ്പൊ അത് ജപ്പാനീസുകാരാണ് അത് ഇങ്ങനത്തെ രൂപത്തിലാക്കിയത്. ജപ്പാനീസുകാരത്. ഓക്കെ, നമുക്ക് മറ്റേ ഇതൊക്കെ കുറച്ച് ഇതെങ്ങനെ കഴിക്കും? പൊട്ടിക്കപ്പാ. നമുക്ക് രണ്ടുപേർക്കും. ക്ലാര പിന്നെ ഈ ജപ്പാന് ചൈനക്കാരുടെ ഒക്കെ ആളാണ്. ഈ മറ്റേ നൂഡിൽസ് അങ്ങനത്തെ ഉള്ള എല്ലാ ഐറ്റംസും കഴിക്കാൻ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്. മൊത്തം നമുക്ക് പൊളിക്കണമല്ലോ. ഇത് സോയാ സോസ്. എനിക്കറിയില്ല ഇത് എന്താണ്. ഇതെന്ത് സോസാണോ? ഓ, ഇതാണ് കമ്പർ അല്ലല്ലോ, വേറൊരു സാധനം. ഇഞ്ചിയാണോ? അല്ല, ക്യാബേജ്. ഓക്കെ, ഞാനും കൂടി വരാം അതിനകത്തോട്ട്. സോയ ഇതിലാണ് ഒഴിക്കേണ്ടത്, കാരണം അത് ലിക്വിഡ് അല്ലേ. ശരി, ഒഴുകി പോവില്ലേ. ഇഞ്ചി, ഫെർമെന്റഡ് ഇഞ്ചിയാണ്. ഇഞ്ചി ഉണ്ട്. പിന്നെ പച്ചക്കളർ എന്താന്ന് പറഞ്ഞ ആർക്കറിയാം. എന്തോ ഒരു ലീഫിന്റെ സോസാണ്. അതെ. പിന്നെ നമുക്കുള്ളത് സോയാ സോസ് അല്ലേ ഇത്? സോയാ സോസ്. പിന്നെ ഈ സംഭവങ്ങളും കഴിക്കാൻ. ഓക്കെ, അപ്പൊ ആദ്യം ഒരു റോയിന്ന് എടുത്ത് കഴിച്ചു തുടങ്ങാം. ഫസ്റ്റ് നീ അല്ലേ, സ്റ്റാനി അല്ലേ? ഇതെന്താണ്? എനിക്കറിയില്ല. ഇതില് പേരൊക്കെ ഉണ്ട്. ഈ 4 റോള് അത് എനിക്ക് തോന്നുന്നു കാലിഫോർണിയ റോൾ. ദൈവം തമ്പുരാൻ അറിയാം. നമുക്ക് എല്ലാത്തിനും പകുതി പോയി. ഇത് ഇങ്ങനെയൊക്കെയാണെന്നാണ് പറയുന്നത്. കൈ പിടിച്ച് കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെയില്ല, നമ്മള് ഇതിന്റെ ഭക്ഷണം കഴിക്കുമ്പോൾ ഇതിന്റെ സ്റ്റാൻഡേർഡ് വിടരുത്. എന്ത് മുക്കണം? എന്താണ് കൊള്ളൂലേ? ശരിക്കുള്ള അതെന്താ സാധനം? അതെന്താ കഴിക്കാതെ ഫിഷ് ആയി കഴിഞ്ഞുള്ളി. ഫിഷ് അല്ല, ഈ കുരുവിന്റെ എന്തൊക്കെയോ ഒരു എരിവാണോ? എന്താ ടേസ്റ്റ് പറയാ? ടേസ്റ്റ് എങ്ങനെയാണ് നിന്റെ? നാക്കിലൊക്കെ ഇങ്ങനെ തരിപ്പ് വരില്ലേ? ഇത് ടേസ്റ്റ്.
നമുക്ക് ഇതെടുക്കാം. ക്ലാര ഏതോ വേറെ ഡിഫറെന്റ് ആയിട്ടുള്ള സാധനം സോസിലൊക്കെ മുക്കിയിട്ടാണ് അടിക്കണത്. ക്ലാരക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, അതുകൊണ്ട് ക്ലാര അത് പുളുക്കോ കറി കഴിക്കുമെന്നാണ് എൻ്റെ ഒരു നിഗമനം. എന്താണ് സ്പൈസിയാണ്, എന്താണ് സംഭവം? റോ മീറ്റ് നന്നായിട്ട് അറിയാൻ പറ്റും. റോ മീറ്റ് പിന്നെ ഒരു കുറച്ച് ഇഞ്ചി കൂടി കഴിയും. ഇഞ്ചിയല്ല വെളുത്തുള്ളി, ബെറ്റർ കഴിയുമ്പോ ബെറ്റർ. ആ മീനിന്റെ ചുവ അറിയത്തില്ല രണ്ടുപേരും മിക്സ് ചെയ്യുമ്പോൾ. ഓക്കെ, നീ എന്നാ ഇതൊന്ന് കഴിച്ചിട്ട്. അത് ഞാൻ കഴിക്കില്ല. ഓക്കെ, എന്നാ വേറെ ഒരെണ്ണം. എനിക്ക് കുരുവില്ലാത്തത് എന്റെ ടേസ്റ്റ് അനുവദിക്കില്ലേ? ചെമ്മീൻ, പച്ച ചെമ്മീനാണ് അടുത്തായിട്ട് ഇവിടെ കഴിക്കാൻ പോകുന്നത് ഗൈസ്. അതെ, എന്തെങ്കിലും മുക്കിട്ടടി. ഐ തിങ്ക് ഈ പണ്ടാരത്തിന്റെ എനിക്ക് ഒന്ന് സോയ സോസിൽ മുക്കി കഴിക്കുന്ന എനിക്ക് പിന്നെ സോസ് മുക്കി കഴിച്ചു നോക്കി. പൂച്ച എര പിടിച്ചിരിക്കണ പോലെ. പച്ചച്ചെമ്മീൻ ഇതും കൂടി മുക്കി കഴിച്ചു നോക്കാം. മുക്കിയിട്ട് കാര്യമില്ല, അത് ഒരു പീസ് എടുത്ത് കഴിക്കണം, വെളുത്തുള്ളി. ഓ, അതിന്റെ തൊലിയ പാടെ ഇത് കഴിച്ച് വയറിളൊക്കെ പിടിക്കും. അപ്പൊ ഞാനും സോയാ സോസിൽ മുക്കി കഴിക്കുന്നതായിരിക്കും ബെറ്റർ. സുഷി ഈസ് ഹെൽത്തി, യു നോ. അറിയില്ല. അതെ, എന്താണ് ഞാനിത് ഒരു പ്രാവശ്യം കഴിച്ചിട്ടുള്ളൂ, ഇപ്പഴാണ് രണ്ടാമതായിട്ട് കഴിക്കണം. ഒരു പച്ച ഫീൽ ഉണ്ട്. അതെ, പച്ചഫീൽ തന്നെയാണ്. ഈ കോലൊക്കെ വെച്ച് എങ്ങനെ കഴിക്കണത് കിട്ടണില്ലല്ലോ. പണ്ടാണ് ക്ലാരക്ക് അറിയാം. ഞാൻ പറഞ്ഞില്ല, അവളത്തെ കാര്യമാണ്. അവർക്ക് അവിടെയുള്ള ഒരു ചെറുക്കനെ കണ്ടുപിടിച്ചു കൊടുക്കണം. ചേട്ടൻ ഇത് കഴിക്കുക. ചിലപ്പോ എപ്പോഴും നമ്മളെപ്പോഴും ഡെയിലി കഴിക്കുമ്പോ ചിലപ്പോ ശരിയാവുമല്ലേ? എനിക്കറിയാൻ പാടില്ല. അടുത്തത് നീ ഇപ്പൊ കഴിക്കാൻ പറ്റില്ല, കുറച്ച് ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ഈ ഉണ്ടയോടെ എടുത്തിട്ടാണ് കഴിക്കുന്നത്. എനിക്ക് ഉണ്ട വരുന്നില്ല. അങ്ങനെ എടുക്കില്ല ക്ലാര, നാണക്കേടെ. കോല ഇങ്ങനെ പിടി. അങ്ങനെ ഞാൻ പിടിച്ചേക്കുന്നേ. ആർക്കേ കോല വെച്ചുള്ള പരിപാടി നടക്കൂല, നീ കൈ വെച്ചെടുത്തോ. നമുക്ക് വാള് വെച്ച് കീഴടങ്ങാം, കൈ വെച്ച് തന്നെ എടുത്ത് കഴിക്കാം ഗൈസ്. എന്തെങ്കിലും സോസ് നമുക്ക് കഴിക്കുക. ആക്ച്വലി ഇത് നമ്മുടെ വീട്ടിൽ ഇത് അരിയുണ്ട് കണ്ടിട്ട് അരിയുണ്ട മേളിൽ ഒരു ചെറിയൊരു പീസ് മീൻ്റെ ചോറുരുള. എങ്ങനെയുണ്ട്? ഇതെങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ട്. മീനിന്റെ പച്ച ചോയില്ലേ, അത് സോയ സോസില് അരിക്ക് റൈസിന് ടേസ്റ്റ് ഉണ്ടെന്ന്. എന്താ മധുരമൊക്കെ ഉള്ളത്. സ്റ്റിക്കി റൈസ് അല്ലേ, ടേസ്റ്റ് കാണും. ഇങ്ങനെ സ്റ്റിക്കി റൈസ് അവര് പാലില് വെച്ചുണ്ടാക്കുന്നാന്ന് തോന്നുന്നു. ബാക്കി ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് പിന്നെ ബെറ്ററാണ്. പക്ഷെ എന്നാലും മീൻ്റെ ഒരു ചൊവ നല്ലപോലെ അറിയുന്നുണ്ട്. മീൻ്റെ ഒരു ചൊവയുണ്ട്, പക്ഷെ ഇത് ഹെൽത്തിയാണ്. ഇഞ്ചി ഞാൻ പ്രിഫർ ചെയ്യുന്നത്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇഞ്ചി മുക്കി അടിച്ചു നോക്കട്ടെ. ഈ പച്ച കളർ എന്താന്ന് ആർക്കും അറിയില്ല. അത് എന്തോ ഒരു ഇലയാന്ന്. എന്തോ പോലില്ലേ? അതെന്തോ പോലില്ലേ? ചിലപ്പോ ഇത് നമുക്ക് ആദ്യമായിട്ട് കഴിക്കണ്ട. മന്തിയൊക്കെ കഴിച്ചിട്ട് പണ്ട് ഓർമ്മയില്ല, ആദ്യം കഴിച്ചപ്പോ മന്തി ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, പിന്നെ എപ്പോഴും മന്തി ആയിരുന്നില്ലേ. 30% ഓഫർ സാധനങ്ങളൊക്കെ എനിക്കിത് വേണ്ട. ഈ വെല്ലുണ്ട് തിരിച്ചാണ്. ഇതിന്റെ ഉള്ളിൽ എന്താ ചമ്മന്തിയൊക്കെ വെച്ചിട്ടുണ്ട്, കഴിച്ചോ? തേങ്ങാ ചമ്മന്തിയാണെന്ന് തോന്നുന്നു. ക്ലാരക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. സാൽമോൺ നീ കഴിച്ചത് രണ്ട് വ്യത്യസ്തമായ ഇത് കഴിച്ചിട്ടുള്ള രണ്ടുപേരുടെ റിയാക്ഷൻ നോക്കാം നമുക്ക്.
കഴിക്ക്. ഇത് മീൻ അരച്ചു വെച്ചേക്കുന്നു പച്ചക്കറി കൊള്ളാവോ? ചമ്മന്തി പോലെ ഉണ്ടല്ലോ. നമ്മുടെ ടൂണ ഫിഷിന്റെ ഒരു ടേസ്റ്റ്. ഇതിനകത്തുനിന്നൊക്കെ പോയി എടുക്കാൻ ഭയങ്കര പാടാണ്. ഇത് കുറച്ച് ഇഞ്ചി കൂട്ടി. ഇത് കുഴപ്പമില്ല, തേങ്ങാ ചമ്മന്തി പോലെ. ഇഞ്ചി കൂട്ടിയിട്ട് അടിച്ചേ. മോശം എന്ന് വെച്ചാൽ വളരെ വളരെ മോശം. നമ്മളിന്ന് എന്ത് കറി ഉണ്ടാക്കുന്ന പോർക്ക് കറി അല്ലേ? നല്ല രുചിക്ക് ഉണ്ടാക്കണം. എന്റെ പൊന്നെ ഇതൊക്കെ പോർക്ക് കറിയില് ഇതിന്റെ വിഷമം മാറ്റാന്ന് പറയണം. അതെ ശർദിക്കാൻ വരും. ഇനി ഇനി അങ്ങോട്ട് ടേസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല 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 ഇല്ല. ഇതും കൂടി ടേസ്റ്റ് ചെയ്ത് നോക്കി. ഇത് ഇതിന്റെ അടുത്ത് മീൻ ഇല്ലാന്ന് തോന്നുന്നു. അത് വെജിറ്റബിൾ ആണോ കഴിച്ചു നോക്കി. കോല് ഉന്നം പിടിക്കണ കോല് വെച്ചിട്ട് നോക്കട്ടെ ഒരു മിനിറ്റ്. മണം എങ്ങനെയുണ്ട്? ഇതിലൊരു വൃത്തികെട്ട മണം. ഇതിന്റെ മണമായിരുന്നു മുമ്പേ അടിച്ചു നോക്കിയേ. ചേട്ടാ മണത്തെ ചേട്ടൻ കഴിക്കും കേട്ടോ. എനിക്കൊന്ന് ഇങ്ങനെയല്ല ഇത് ടേസ്റ്റ് ചെയ്തിട്ടില്ല. ഇത് ഇല്ല അതിന് സംബന്ധം ഞാൻ ഇനി വാട്ടച്ചവയുണ്ട്. ഇത് സ്പെഷ്യലി ചെയ്യേണ്ട കാര്യം ഞാൻ വേണേ കണ്ട അഭിപ്രായം പറയാം. ഇത് മീൻ അരച്ചതാണ്. അതെ ഈ സെയിം സാധനം. ഇതെന്തുവാണ് മറ്റേ കാപ്സിക്കം ഒക്കെ ആവുന്നു അല്ലേ? ക്യാരറ്റ് ക്യാപ്സിക്കം അങ്ങനെ ഏതാണ്ടൊക്കെ. അപ്പൊ മണം സ്മെല്ല് എങ്ങനെയുണ്ട്? വേണമെങ്കിൽ സ്മെല്ല് ഫിഷി സ്മെല്ലാണ്. ഇത് ഹെൽത്തി ഫിഷ് ആണ്. നമുക്ക് വേണമെങ്കിൽ വറുത്തിടുന്നില്ല. ഇനി വറുത്തിട്ടാണ് എന്നാ പിന്നെ കാശ് കൊടുത്ത് വേറെ മേടിച്ചപ്പോ. അപ്പൊ സ്പൈസി അല്ല, ഫിഷി സ്മെല്ലാണ്. ഒരു ലൈക്ക് റൈസും ഉള്ള സ്റ്റിക്കി റൈസും ഉള്ള. ഈ പച്ച പിന്നെ നമുക്ക് എല്ലാവർക്കും ഈ സെസമിൻ സീഡ് ഇഷ്ടപ്പെടുന്ന ഈ വരില്ല. പച്ചക്കളർ കോഴിത്തീട്ടം പോലത്തെ ഈ സാധനം കൊഴുത്തിട്ടോ. അത് എന്തോ ഒരു ഇതാണ് ആ സോസിന്റെ പേര്. എനിക്കറിഞ്ഞു ജർമ്മനിലെ എനിക്കൊന്നും വേണ്ട. ടേസ്റ്റ് ചെയ്തി നീ. അത് കടലിലെ അതായത് റെറ്റിഷ് എന്ന് പറഞ്ഞൊരു ഞാൻ പറയാം വൈറ്റ് കളറ് ഒരു പായല അല്ല മറ്റേ ഉരുളക്കിഴങ്ങ് പോലത്തെ റെറ്റിഷ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട് നമ്മുടെ. അത് കടലിലുള്ള റെറ്റിഷ് എന്ന് പറയുന്നത്. അപ്പൊ കടലിലുള്ള ഏതൊരു സാധനത്തിന്റെ ഒരു സീ ഗ്രേപ്പ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, ഒരു പച്ച കളർ. ഇനി അതാണോ അറിയത്തില്ല. അതിനും ഒരു വൃത്തിയായിട്ട ചോവയാണ്. സോയാ സോസ് റെറ്റിഷ് സോസ് മിറ്റ് നിങ്ങൾ ഞാൻ നമിച്ചു. അത് ഒറ്റ പ്രാവശ്യം ഞാൻ കഴിച്ചോളൂ. ഗൈസ് അപ്പൊ ഈ സൂഷി ടെസ്റ്റിംഗ് എല്ലാരും പരാജയപ്പെട്ട് വാള് താഴെ വെച്ച് തോൽവി സംഭവിച്ചിരിക്കുന്നത് ആർക്കും ഇഷ്ടപ്പെട്ടില്ല പറയുന്നത്. എനിക്കൊന്ന് കമ്പാരിറ്റീവ്ലി ഒരു കടയിൽ ഉണ്ടാക്കുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും കേട്ടോ. അങ്ങനെയാണോ കഴിച്ചിട്ടുള്ളത്? ഇല്ല ഞാൻ ഇങ്ങനെ കഴിച്ചു. സൂഷി ഇതുപോലെ എനിക്ക് ഞാൻ കഴിച്ചപ്പോഴും ഇതുപോലെ ഓർഡർ ചെയ്തിട്ട് കഴിച്ചത് ഒരു പ്രാവശ്യം ഊബറിന്റെ ഇവിടെ ഊബറിൽ കാശ് കൊടുത്ത് അല്ല ചിലർക്ക് ശരിയാ, ചിലർക്ക് റെഡിയാവില്ല. ഞങ്ങൾക്ക് റെഡിയായില്ല, അത്രേ ഉള്ളൂ. എനിക്ക് ചോറ്, ചമ്മന്തി, നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന കറി ഇതല്ലാണ്ട് പുറത്തുനിന്ന് ഭക്ഷണം എനിക്ക് ഇഷ്ടം. പിന്നെ വീട്ടിൽ പോയി നോക്കുകയാണെങ്കിൽ ബിരിയാണിയും അങ്ങനെയുള്ളതൊക്കെ. വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അല്ലേ? അതെ, ബൈ ബൈ. പറയണ്ട സൂഷി ഗൈസ്. സന്തോഷം മാത്രം. ഇത് ഞാൻ കൊടുക്കും. ചേട്ടാ കഴിച്ചോ. ഇവിടെ പട്ടിയും പൂച്ചയുണ്ട്, നമുക്ക് അതിന് കൊടുക്കായിരുന്നല്ലോ. ചില എന്തായാലും കഴിച്ചു തീർത്തോ. അതെ, ബൈ ബൈ. ബൈ ബൈ. ബൈ ബൈ. ബൈ ബൈ.